പ്രിയപ്പെട്ടവരെ, സുഖമാണല്ലോ? വെൽക്കം ടു ഡേ 17 ഓഫ് അവർ ജേർണി. ഇന്ന് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ധ്യാന വിഷയമാക്കാം. ഒരു കൊച്ചു കഥയിൽ തുടങ്ങാം. ഒരിക്കൽ ഒരാൾ ഒരു മനോഹരമായ വീട് പണിതു. പുറമേ നിന്ന് നോക്കിയാൽ നല്ല പെയിൻറ്റിങ്ങും അലങ്കാരങ്ങളും. പക്ഷേ അയാൾ വീടിൻ്റെ തറക്കല്ല് ഉറപ്പിക്കാൻ മറന്നുപോയി. മഴ പെയ്തപ്പോൾ ആ വീട് തകർന്നു വീണു. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ വീട് നല്ലതായിരുന്നു, പക്ഷേ തറ ശരിയായില്ല. നമ്മുടെ പ്രാർത്ഥനകളും നോമ്പും വെറും പെയിൻ്റ് അടിച്ചതുപോലെ പുറമേ മാത്രം മനോഹരമായാൽ പോരാ. അത് ദൈവവചനത്തിൻ്റെ ഉറപ്പുള്ള പാറമേലായിരിക്കണം. എ ബ്യൂട്ടിഫുൾ ഹൗസ് ഈസ് യൂസ്ലെസ് വിത്തൗട്ട് എ സ്ട്രോങ് ഫൗണ്ടേഷൻ. ഈ വചനത്തിൽ നിന്ന് നമുക്ക് 3 കാര്യങ്ങൾ പഠിക്കാം. ഒന്നാമത്തെ കാര്യം, പറച്ചിലല്ല, പ്രവൃത്തിയാണ് പ്രധാനം. ആക്ഷൻ ഓവർ വേഴ്സ്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. സേയിങ് ഐ ലവ് ഗോഡ് ഈസ് ഈസി, ബട്ട് ഷോയിങ് ഇറ്റ് ഈസ് വാട്ട് മാറ്റേഴ്സ്. ഇന്ന് ദൈവത്തെ സ്തുതിക്കുന്നതിനോടൊപ്പം ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു ചെറിയ കാര്യം പ്രവൃത്തിയിൽ കൊണ്ടുവരാം. ആരോടെങ്കിലും ക്ഷമിക്കുകയോ ഒരാളെ സഹായിക്കുകയോ ചെയ്യാം. ഡോണ്ട് ജസ്റ്റ് ടോക്ക് അബൌട്ട് ഫെയ്ത്ത്, ആക്ട് ഓൺ ഇറ്റ് ടുഡേ. രണ്ടാമത്തെ കാര്യം, പാറമേൽ പണിയാം. ബിൽഡ് ഓൺ ദ റോക്ക്. വചനം കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ വീണുപടുത്ത ബുദ്ധിയുള്ളവനാണ്. ജീവിതത്തിൽ കാറ്റും മഴയും പ്രതിസന്ധികൾ വരുമ്പം നാം വീണു പോകാതിരിക്കാൻ വചനമാകുന്ന പാറയിൽ മുറുകെ പിടിക്കണം. പ്രാർത്ഥിച്ചിട്ടും പ്രതിസന്ധികൾ മാറുന്നില്ലെന്ന് വിഷമിക്കരുത്. ആ വചനം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ എത്ര വലിയ കാറ്റിലും നിങ്ങൾ സുരക്ഷിതനായിരിക്കും. ദ വേർഡ് ഓഫ് ഗാഡ് ഈസ് അവർ ആങ്കർ ഇൻ എവറി സ്റ്റോം. മൂന്നാമത്തെ കാര്യം, കേൾവിക്കാരല്ല, അനുസരിക്കുന്നവരാകാം. ബി ഡൂവേഴ്സ്, നോട്ട് ജസ്റ്റ് ഹിയറേഴ്സ്. യേശുവിൻ്റെ പ്രസംഗം കേട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. പക്ഷേ അത്ഭുതപ്പെട്ടുകൊണ്ട് മാത്രം കാര്യമല്ല, അത് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കണം. റീഡിങ് ദ ബൈബിൾ ഈസ് ഗുഡ്, ബട്ട് ലിവിങ് ദ ബൈബിൾ ഈസ് ബെറ്റർ. ഇന്ന് ബൈബിളിലെ ഒരു ചെറിയ വാചകം മാത്രം ഓർത്തെടുക്കാം. അത് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ശ്രമിക്കാം. വെറും ഒരു കേൾവിക്കാരനായിരിക്കരുത്. ലെറ്റ് വൺ വേഴ്സ് ട്രാൻസ്ഫോം യുവർ ബിഹേവിയർ ടുഡേ. 3 കാര്യങ്ങൾ. 1, പ്രവൃത്തിയിൽ കാണിക്കാം. ഷോ ഇറ്റ് ഇൻ ആക്ഷൻ. 2, വചനത്തിൽ ഉറച്ചു നിൽക്കാം. സ്റ്റേ ഗ്രൗണ്ടഡ് ഇൻ വേർഡ്. 3, അനുസരണയുള്ളവരാകാം. ബി ഒബീഡിയൻറ്റ് ടു ഗോഡ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.